ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ചെറിയ ഒരു ഔട്ട്ഡോർ ആയിട്ടാണ്. അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ ബസ് കയറി. ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ സൂഫിയാൻ്റെ ഇരുന്ന് ഫോണിൽ കളിച്ചുകൊണ്ടുണ്ട്. ഞാനിവിടെ അപ്പുറത്തെ എൻ്റെ ഫ്രണ്ട് കിടന്നുറങ്ങുകയാണ് കേട്ടോ. ഓൾക്ക് എവിടെ പോവാണെങ്കിലും ഉറക്കം തന്നെ. ഞാൻ പിന്നെ രാവിലെ എണീച്ച് ഉറങ്ങിയൊന്നുമില്ല. ഉറക്ക ക്ഷീണത്തിൽ തന്നെ ഞങ്ങളാണ്ട് വിട്ട്. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടുള്ള സ്ഥലത്തിൻ്റെ പേരാണ് മുറുകുമുല്ല. മുറുകുമുല്ലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ലാസ്റ്റ് ഫൈനലായിട്ട് എത്തിച്ചേർന്നു. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ എവിടെക്കെങ്കിലുമൊക്കെ പോവാന്ന് വിചാരിച്ചല്ലാണ്ട് എല്ലാവരും വിളിക്കും, ബാഗ് പാക്ക് ചെയ്യും, ഒറ്റൊരു പോക്കാണ്, ഒന്നും നോക്കില്ല. അപ്പോൾ ബോറടിക്കുന്ന സമയത്തൊക്കെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് കറങ്ങിട്ട് വരാലോ എന്ന് വെച്ചിട്ടുള്ള പോക്കാണ്. അപ്പോൾ ഞങ്ങൾ എത്താനായിരിക്കുന്ന സ്ഥലത്തിലേക്ക് അങ്ങനെ ഞങ്ങൾ എത്തി. അവിടെ ഇറങ്ങി, ബസ്സൊക്കെ ഇറങ്ങി. അവിടുത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. മലകൾ സിറ്റിയിൽ ഉണ്ടായി എപ്പോഴെങ്കിലൊക്കെ സിറ്റിയിൽ നിന്ന് പുറത്ത് പോകണമെന്ന് വിചാരിക്കുമ്പോണ്ട് ഇറങ്ങലാണ്. അങ്ങനെ കുട്ടികളും ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സുകളും ഉണ്ട്. ഞങ്ങളെല്ലാവരും ആദ്യം തന്നെ ഭയങ്കര വിശക്കുന്നുണ്ടായിരുന്നു. ഒരു തട്ടുകടയിലേക്കാണ് കയറിയത്. തട്ടുകടയ്ക്ക് കയറി അവിടുന്ന് ഇഡ്ഡലി, ദോശ, പൂരി, ആർക്കൊക്കെ എന്തൊക്കെ വേണം അതൊക്കെ മേടിച്ചിട്ടാണ്ട് എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന്. അപ്പോൾ അവിടെ എല്ലായിടത്തും വലിയ വലിയ ഹോട്ടൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എവിടെ പോവുകയാണെങ്കിലും തട്ടുകടകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ പോയിരുന്ന തട്ടുകടയാണ് ഇത്. കണ്ടില്ലേ, നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ രാവിലെ ആയ കാരണം അവിടുന്ന് ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം ഞാൻ എന്തായാലും ചായ കുടിക്കാത്ത ആളാണ്. എനിക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ചിപ്സ്, ചോക്ലേറ്റ് ഒക്കെ മേടിച്ചിരുന്നു. അതൊക്കെ മേടിച്ച് പിന്നെ അവിടെ ഉള്ള ഒരു മക്ബറായിരുന്നു അത്. അവിടുന്ന് ഞങ്ങൾ വേറൊരു സ്ഥലത്തിലേക്ക്, ഒരു കുളം ഉണ്ടായിരുന്നു ചെറുത്ത്, അവിടെ പോയി കുറച്ചു നേരം കുട്ടികളുടെ ഒക്കെ കൂടെ കളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് വിട്ട്. കണ്ട പിന്നിൽ അതാണ് കുളം. കുളത്തിലേക്കൊക്കെ പോയി ഞങ്ങൾ കുട്ടികളൊക്കെ ഇറങ്ങി കുളിച്ചൊക്കെ ചെയ്ത്. ഞാൻ പിന്നെ ഇറങ്ങാനൊന്നും പോയില്ല, എന്തായാലും നീന്താൻ അറിയാത്ത ആളാണ്. അപ്പോൾ ഇറങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല, പിന്നെ ഇങ്ങോട്ടേക്ക് മനസ്സിലായില്ലേ, പൊന്തലുണ്ടാവില്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി. പിന്നെ മീനുകളുണ്ടായിരുന്നു, നല്ല കുറേ മീൻ. അപ്പോൾ കുറച്ച് മീൻ മസാജൊക്കെ മേടിച്ച് മീനുകളുടെ അടുത്ത് നിന്ന്. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ പൈസ കൊടുത്തിട്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ കുളത്തിൽ പോയിട്ട് വെറുതെ ഇങ്ങനെ കാലൊക്കെ ഇട്ട് നിന്നാൽ മീനുകൾ വന്നിട്ട് നമ്മളിങ്ങനെ കൊത്തി 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 പോയിക്കോളും. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ മീനുകളുടെ അടുത്ത് നിന്ന് മസാജൊക്കെ മേടിച്ച് ഞാൻ അവിടെ അടുത്ത് തന്നെ ഒരു ടമാട്ടറിൻ്റെ ഇതുണ്ടായിരുന്നു, എന്താ പറയുക അതന്നെ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നേരെ പോയി. അപ്പോൾ ടമാട്ടറിനൊക്കെ വില കൂടുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും. ഇത് പിന്നെ ഒരു വെറുതെ അങ്ങ് കുറേ വിട്ടിരുന്നു, കുറേ ടൊമാറ്റോ ചീഞ്ഞ് പോയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നല്ലതുള്ളതൊക്കെ ഞാൻ എടുത്ത് തട്ടത്തിലേക്കാണ്ട് ചേർത്തി. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ സൈഡ്, എൻ്റെ ഫ്രണ്ട്സുകൾ അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ വലിയ സ്ഥലമായിരുന്നു, ഫുള്ള് ടൊമാറ്റോസ് ആയിരുന്നു. ടൊമാറ്റോസിന് ഇങ്ങനെ ചേർത്തി കുറേ ടൊമാറ്റോസ് ഞാൻ അവിടുന്ന് പെറുക്കിയെടുത്ത്. കുറേ മീൻസ് അത് ഫുള്ള് ചീഞ്ഞ് കിടക്കണേ. അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലതുള്ളത് ഇങ്ങനെ നോക്കി നല്ലതുള്ളത് കണ്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാറ്റി വെച്ച്. അങ്ങനെ കണ്ടില്ലേ, ഒരു 5-6 കിലോ ടൊമാറ്റോസ് ഒക്കെ കിട്ടി ഞങ്ങൾക്ക് അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ ടമാട്ടറൊക്കെ എടുത്ത് നേരെ പോയിക്കൊണ്ടുള്ള വഴിയിൽ പുളി മരത്തിൻ്റെ ഒരു ഇത് കണ്ടു. അപ്പോൾ കുറച്ച് പുളിയൊക്കെ പൊട്ടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഞങ്ങൾ പുളി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത പരിപാടികൾ ശ്രമിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് അതിൻ്റെ കൊമ്പൊക്കെ പിടിച്ചിങ്ങനെ വലിച്ചൊക്കെ നോക്കിയിരുന്നു താഴത്തേക്ക് വരുമോന്നൊക്കെ. അപ്പോൾ പക്ഷെ പച്ച പുളിയായിരുന്നു. ഉമ്മ പറഞ്ഞിരുന്നു വരുന്ന വഴിക്ക് പുളിമരം കണ്ടാൽ കുറച്ച് പുളി എടുത്തിട്ട് വരുന്നേ മീൻ ചാറ്റിലിടാനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മക്ക് വേണ്ടിയിട്ട് കുറേ പുളി അങ്ങ് പൊട്ടിച്ചെടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കവറിൽ 3/4 ഭാഗം പുളി അങ്ങനെയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടോ. കുറേ പുളി കിട്ടിയിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് കണ്ടില്ലേ, കുറേ ഉണ്ട്, ഇത് നിറച്ചുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ
പിന്നെയും വിട്ടു. അവിടുന്ന് നേരെ ഞങ്ങൾ പോയിക്കൊണ്ടുള്ളത് ഇപ്പോൾ പോണ വഴിക്ക് നല്ല വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടേക്കെങ്കിലും കയറാലോ എന്ന് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടുള്ളത്. അപ്പോൾ പോണ വഴിക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ച്, പിന്നെ ചോളം കിട്ടിയിരുന്നു, സ്വീറ്റ് കോൺ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്വീറ്റ് കോണിന്. അപ്പോൾ അങ്ങനെ സ്വീറ്റ് കോണൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഞങ്ങളുടെ മദീനയിലേക്ക് വിട്ട്, ഹോട്ടൽ മദീനയിലേക്ക്. അപ്പോൾ ഹോട്ടൽ മദീനൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടൽ അവിടെയാണ്. അപ്പം ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തിനൊക്കെ ഈവനിങ് ഒരു നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് അവിടെ എത്തിയപ്പോൾ അത്രക്ക് തിരക്കും ഉണ്ടായിരുന്നില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഉച്ചക്ക്, രാവിലെ, രാത്രി നല്ല തിരക്കുണ്ടാവും. ഞങ്ങൾ എത്തുന്നത് വൈകുന്നേരം നേരമായതുകൊണ്ട് അത്രക്കൊന്നും തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ മദീനയിലേക്ക്, എൻ്റെ ഫ്രണ്ട്സുകളൊക്കെയാണ് അവിടെ നിന്നുകൊണ്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ട് ഞാനിതോ ആച്ച ആച്ച എന്നൊക്കെ പാട്ട് പാടായിരുന്നു. ഞങ്ങളെല്ലാവരും ഉറുദു സംസാരിക്കുന്ന കാര്യം പാട്ടുകളും അതൊക്കെ തന്നെ പാടാറ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫാമിലി ആയിട്ട് പോയാൽ സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് തിന്നണതുകൊണ്ട്, ഇങ്ങനെ ടേബിൾ ഇരുന്ന് തിന്നണതുകൊണ്ട് അവിടുത്തെ ഒരു അകത്തത്തെ ഒരു വ്യൂ ആണിത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇരുന്നിട്ട് തിന്നുന്നവർ അവിടെ ഇരുന്നിട്ടും തിന്നാം. ഞങ്ങളിതാ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നാൻ വേണ്ടിയിട്ട് പോവുകയാണ്, സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങളുടെ മാത്രം ഇത്. അങ്ങനെ ഞങ്ങൾ കയറിപ്പോയി. ഞങ്ങൾക്കുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. ഞങ്ങൾ നേരെ കയറി ചെന്ന് അവിടുന്ന് ഞങ്ങൾ ഓർഡർ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഇവിടെ കേട്ടോ, ഞങ്ങൾ അധികം എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പോവല് വരലൊക്കെ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. കുറച്ച് ഇവിടുന്ന് ലോങ് ആണ്, ഹോസ്പിറ്റലാണ്, എന്നാലും സംഭവം പൊള്ളി ഫുഡാണ്. അപ്പോൾ ലോങ് ആയാലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ രാത്രിയൊക്കെ ഇങ്ങോട്ടേക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവരുടെ മെനുവിൽ എല്ലാ ഐറ്റംസും, മട്ടന്, ചിക്കന്, വെജ് ഒക്കെ ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ നോക്കുന്നുള്ളൂ മെനു. ഞങ്ങളിവിടെ വന്നാൽ എപ്പോഴും ഗീ റൈസും കോലാപൂരി ചിക്കനും തന്തൂരി ചിക്കനും പിന്നെന്ന് വെച്ചാൽ റോട്ടി അതൊക്കെ തന്നെയാണ് ഓർഡർ ചെയ്യാറ്. അപ്പം ഞങ്ങളുടെ ഓർഡർ കൊടുത്ത്, അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നമുക്ക് സലാഡ് വരും. സലാഡൊക്കെ തിന്ന് തീർക്കുന്നേക്കാളും മുന്നേ ഞാനൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ ഞങ്ങളുടെ തന്തൂരി വന്നു. തന്തൂരി ചിക്കന്, തന്തൂരി ഇവിടുത്തെ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇവിടുത്തെ ചിക്കൻ കോലാപൂരിൻ്റെ ടേസ്റ്റ് വേറെ ഏത് റെസ്റ്റോറൻറ്റിലും ഉണ്ടാവില്ല. അപ്പം ഞങ്ങളിവിടെ എപ്പോൾ വന്നാലും ആ ചിക്കന് ഓർഡർ ചെയ്യാറുണ്ട്. ഇത് പിന്നെ കാടക്കോഴി വരില്ല, കാടക്കോഴി മേടിച്ചിരുന്നു. പിന്നുള്ളത് റോട്ടി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് അടുത്ത ഐറ്റംസ് ഒക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ടില്ലേ വീഡിയോ സെറ്റാക്കി വെച്ചിട്ട് വീഡിയോയിൽ കഴിക്കുന്നത് കാട്ടാലോ എന്ന് വെച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണിത്. എൻ്റെ കൂടെ തന്നെ ഷാഫി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്തേക്ക് അഡ്ഡൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓരോന്നും വീഡിയോയിൽ കൊണ്ടില്ല കേട്ടോ. അങ്ങനെ കഴിച്ചപ്പോൾ ടേസ്റ്റൊക്കെ പൊളിയാണ്. എപ്പോഴെങ്കിലും ഈ വഴിക്ക് ഹൈവേ വഴിക്ക് അവിടുന്ന് വരുന്ന വഴിയിലാണ് ഹോസ്കോട്ടെ വരിക. അപ്പോൾ അവിടെ കയറിയാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റ് ഫുഡ് കഴിക്കണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ റൈസ് ഓർഡർ ചെയ്ത്. റൈസിൽ ഞങ്ങൾ ഈ തവണ ബിരിയാണി റൈസാണ് ഓർഡർ ചെയ്തത്. കുറച്ച് ഡിഫറെൻറ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ കണ്ടില്ല. ഞങ്ങൾ ഫുള്ള് തിന്ന് തീർത്തിട്ട് എപ്പോഴുള്ള ഒരു പരിപാടിയാണ് പ്ലേറ്റൊക്കെ എൻ്റെ അടുത്ത് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യും. കണ്ടില്ലേ, ഇതാണ് മക്കളെ എൻ്റെ പരിപാടി. എവിടെ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകണമെങ്കിലും. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേനും രാത്രിയായിരുന്നു. രാത്രിത്തെ ഒരു വ്യൂ ആണ് അവിടുത്തത്. ഇവിടെ കണ്ടു, നല്ല രസമാണ് ലൈറ്റിംഗ് ഒക്കെ. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കുറച്ച് ഊഞ്ഞാലൊക്കെ ഉണ്ട്, അവിടെയും കളിക്കാനൊക്കെ പറ്റും. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ തന്നെ ഇങ്ങോട്ടേക്ക് ടീ, കോഫി, സ്നാക്സ് അങ്ങനത്തെ ഒക്കെ കൂൾ ബാറൊക്കെ ഉണ്ട് അവിടെ. ഐസ്ക്രീമൊക്കെ അതും മേടിച്ച് കഴിക്കുക. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒറ്റ ദിവസം പോയി വന്ന ഒരു ട്രിപ്പാണിത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഫുള്ളായി. കുട്ടികളൊക്കെ കുറച്ച് നേരം കളിക്കാനൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത് മാത്രം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം എല്ലാവരോടും ബൈ ബൈ ബൈ.